കുറച്ച് നാൾ മുമ്പ് ഈ കാണുന്ന 3 ഫിഷ് മെഡിസിനുകളെ കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഈ മരുന്നുകളുടെ ഡോസേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത്ര ml ഇത്ര വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ബോട്ടിലിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ml അളക്കാനുള്ള ഫില്ലറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്നില്ല. പിന്നെ ഈ ബോട്ടിലുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഡ്രോപ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ടോപ്പിലെ ആ ഒരു ക്യാപ്പ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു ഹോൾ ഇട്ടിട്ട് ഡ്രോപ്സ് ആയിട്ടാണ് ഇത് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മരുന്നുകളുടെ ഡോസേജ് ml കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ mlനെ ഡ്രോപ്സിലേക്ക് കൺവേർട്ട് ചെയ്തു. അതായത് 1 ml എത്ര ഡ്രോപ്സ് ആണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. 1 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 20 ഡ്രോപ്സ് ആണ്. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഡ്രോപ്പ് കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും ഈ ഫിഷ് മെഡിസിനുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡ്രോപ്സിൻ്റെ കണക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മുതൽ ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡ്രോപ്പിൻ്റെ കണക്ക് ഞാനിപ്പോൾ പറയാം. അപ്പോൾ അതിന് മുമ്പ് ഈ മെഡിസിനുകളെല്ലാം എന്തിനുള്ളതാണെന്നുള്ളത് ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഈ ഒരു വീഡിയോ നമ്മൾ പ്രധാനമായിട്ടും ചെയ്തത് ഈ ഒരു മെഡിസിൻ്റെ ഡോസേജ് അത് ml നിന്ന് ഡ്രോപ്സ് ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മിസ്റ്റർ യെല്ലോ എന്ന് പറയുന്ന മെഡിസിൻ്റെ ഡോസേജ് നോക്കാം. എഴുതിയിരിക്കുന്നത് 1 ml 5 ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനാണ്. അതായത് 1 ml 20 ഡ്രോപ്സ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20 ഡ്രോപ്സ് 5 ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് വരുന്നത് 4 ഡ്രോപ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ ഈ മിസ്റ്റർ യെല്ലോ എന്ന് പറയുന്ന ഒരു മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആണ്. അതായത് ഈ ഫിഷിന് വരുന്ന മുറിവുകൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണങ്ങാനും അതുപോലെ തന്നെ എന്തെങ്കിലും അൾസർ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഫിൻ റോട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ശരീരം മുറിയാണെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മൈൽഡ് ആയിട്ടുള്ള ആൻറ്റി ഫംഗൽ ആൻറ്റി പാരസൈറ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഈ മരുന്നിനുണ്ട്. ഇത് ഒരു ജനറൽ പ്രിവെൻറ്റീവ് മെഡിസിൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മീനുകളെയൊക്കെ അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ക്വാറന്റൈൻ ചെയ്യാനായിട്ടൊക്കെ ഈ മെഡിസിൻ യൂസ് ചെയ്യാം. ഈ ഒരു പരിപാടിക്ക് പെർഫെക്റ്റ് ആണ് ഈ ഒരു മിസ്റ്റർ യെല്ലോ എന്ന് പറയുന്ന മെഡിസിൻ. പിന്നെ ഞാൻ ഈ അടുത്തൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 2 റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷുകൾ ഏകദേശം 6 ഇഞ്ച് വരുന്നത് ഫംഗസ് ബാധ പിടിച്ചിട്ട് ഈ ഒരു മിസ്റ്റർ യെല്ലോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് ക്യൂറായെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഫംഗസും അതുപോലെ തന്നെ വൈറ്റ് സ്പോട്ട് ഇച്ചൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു മിസ്റ്റർ ബ്ലൂ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മിസ്റ്റർ ഗ്രീനും ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. മിസ്റ്റർ യെല്ലോ ശരിക്കും ഒരു മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആണ്. അതിന് ഈ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള ആൻറ്റി പാരസൈറ്റിക് അതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. എങ്കിലും നല്ല രീതിയിൽ ഫംഗസ് ബാധയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിസ്റ്റർ ബ്ലൂ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ പുള്ളിക്കാരൻ ആ വീഡിയോയിൽ മിസ്റ്റർ യെല്ലോ തന്നെ യൂസ് ചെയ്തിട്ട് ഫംഗസ് മുഴുവൻ മാറിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് മിസ്റ്റർ ബ്ലൂ. മിസ്റ്റർ ബ്ലൂ മെയിനായിട്ടും ആൻറ്റി പാരസൈറ്റിക് അതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ള മെഡിസിനാണ്. ഫംഗസ്, ഇച്ച്, വൈറ്റ് സ്പോട്ട്, വെൽവെറ്റ് ഡിസീസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ml 20 ലിറ്റർ വെള്ളത്തിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് 20 ഡ്രോപ്സ് 20 ലിറ്ററിലേക്ക്. അങ്ങനെ വരുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് വരുന്നത് 1 ഡ്രോപ്പാണ്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ഡ്രോപ്പാണെന്നുള്ള കണക്ക് നമുക്ക് കിട്ടി. അപ്പോൾ എത്ര ഡ്രോപ്സാണ് ഇത് ആഡ് ചെയ്യേണ്ടതെന്നുള്ള കണക്ക് നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിൻ്റെ കണക്ക് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ടാങ്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ടാങ്ക് അതിൻ്റെ സൈസ് എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ, അതായത് അതിനകത്ത് എത്ര വെള്ളം കൊള്ളുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രോപ്സിൻ്റെ കണക്ക് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ഈ ഒരു മെഡിസിൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കാണുന്നത് മിസ്റ്റർ ഗ്രീൻ ആണ്. ഇത് നേരത്തെ കാണിച്ച മിസ്റ്റർ ബ്ലൂവിനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ മിസ്റ്റർ ബ്ലൂവിൻ്റെ അതേ ഡിസീസുകൾക്ക് തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ മിസ്റ്റർ ഗ്രീൻ ആൻറ്റി പാരസൈറ്റിക് അതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അതുകൊണ്ട് ഫംഗസ്, വൈറ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഇച്ച്, വെൽവെറ്റ് ഡിസീസ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മിസ്റ്റർ ഗ്രീൻ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മിസ്റ്റർ ബ്ലൂവിനേക്കാൾ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡോസേജ് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് കറക്റ്റ് ഡോസേജ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ മീനുകൾക്ക് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അത് ഇതിൽ നോട്ടായിട്ട് തന്നെ അവർ എഴുതിയിട്ടുണ്ട്. മീനുകൾക്ക് ടോക്സിക് ആവാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഈ ചെതുമ്പലുകൾ ഇല്ലാത്ത മീനുകൾക്കൊക്കെ. ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് നമ്മുടെ മിസ്റ്റർ ബ്ലൂവിൻ്റെ സെയിം ഡോസേജ് തന്നെയാണ്. അതായത് 1 ml നമ്മൾ 20 ലിറ്റർ വെള്ളത്തിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ ആ ഒരു സെയിം കണക്ക് തന്നെ ഡ്രോപ്സിൻ്റെ കണക്ക് തന്നെ യൂസ് ചെയ്യാം. അതായത് 20 ഡ്രോപ്സ് ആണ് 1 ml. അപ്പോൾ 20 ഡ്രോപ്സ് 20 ലിറ്റർ വെള്ളത്തിലേക്ക്, അതായത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ഡ്രോപ്പാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 3 മെഡിസിൻ്റെയും കണക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടി. അപ്പോൾ ഇനി ml ഉപയോഗിച്ച് നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. നമുക്ക് ഡ്രോപ്പിൻ്റെ കണക്ക് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് തന്നെ ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ഐ ഡ്രോപ്സ് പോലെ തന്നെ ഡ്രോപ്പായിട്ട് തന്നെ വരുന്നതാണ്. ഈ ക്യാപ്പ് ഊരിയിട്ട് നമ്മൾ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഇതേ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിലേക്ക്. അപ്പോൾ ഈ മെഡിസിനും അതിൻ്റെ ഡ്രോപ്പിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാങ്കിൻ്റെ ആ ഒരു സൈസ്, അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മുടെ കയ്യിലുള്ള ബക്കറ്റുകളും ടബുകളും പോലത്തെ സാധനങ്ങളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 50 ലിറ്ററിൻ്റെ ബക്കറ്റൊക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ മെഷർമെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് 50 ലിറ്റർ വരെ. അതുപോലെ തന്നെ ഈ ഒരു അക്വേറിയം ഫീൽഡിലൊക്കെ യൂസ് ചെയ്യുന്ന ടബ്ബുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ടബിൻ്റെ സൈസും എനിക്ക് തോന്നുന്നു അതിനകത്ത് ഏകദേശം കൊള്ളുന്നത് 50 ലിറ്റർ വെള്ളമാണ്.
ഈ അക്വേറിയങ്ങളാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ അതിൽ എത്ര വെള്ളം കൊള്ളും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മെഷർ ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. കാരണം വെള്ളത്തിൻ്റെ അളവ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഡോസേജിൽ പ്രോബ്ലം വരും. ഏതെങ്കിലും രീതിയിൽ സ്ട്രെങ്ത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവർഡോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ മീനുകൾക്ക് പ്രോബ്ലമാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫിഷ് മെഡിസിൻ്റെയും ട്രീറ്റ്മെൻറ്റിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എടുത്ത് പറയാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കാണിച്ച 3 മെഡിസിനുകളും കൈവശം വെക്കുന്നത് നല്ലതാണ്. മിസ്റ്റർ യെല്ലോ, മിസ്റ്റർ ബ്ലൂ, മിസ്റ്റർ ഗ്രീൻ. ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാ അക്വേറിയം ഷോപ്പുകളിലും അവൈലബിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.